ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ വയ്ക്കാമേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് പകുതി ക്യാബേജും ഒരു മീഡിയം സൈസ് ക്യാരറ്റും വേണം. അത് നമ്മൾ ക്യാബേജ് അരിഞ്ഞു വെച്ചു, ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങ ചിരകിയത്, പിന്നെ 2 കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതെല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ അതിനകത്തൊന്ന് യോജിച്ച് വരണം. അതേസമയം നമുക്ക് അടുപ്പത്തൊരു പാത്രം വയ്ക്കാം. എന്നിട്ട് പാത്രം ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുകിടാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് കടുക് എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ സവാള എടുത്താലും മതിയേ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ വെളുത്തുള്ളി, അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇതുപോലെ വട്ടത്തിൽ കീറിയിടാമേ. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ആ ക്യാരറ്റും കൂടെ അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ക്യാബേജിൻ്റെയും ഒക്കെ ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ തോരൻ്റെ പ്രധാനപ്പെട്ട പൊടികളാണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും. അത് രണ്ടും 2 സ്പൂൺ വീതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് നമ്മുടെ ഈ തോരൻ തരുന്ന 2 പൊടിയാണ് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.